കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. എല്ലാ മെഷർമെൻറ്റ്സിലും തീർച്ചയായും പരിഗണിക്കേണ്ട 2 എറേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ലീസ്റ്റ് കൗണ്ട് എറർ, രണ്ടാമത്തേത് മീൻ അബ്സല്യൂട്ട് എറർ. ഇതിൽ ആദ്യത്തെ എററായ ലീസ്റ്റ് കൗണ്ട് എറർ നമ്മൾ വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ തന്നെ കണക്കിലെടുക്കാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു ലെങ്ത് മെഷർമെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. നമ്മൾ ഉപയോഗിച്ച സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന റീഡിങ്സ് 2.9, 3.2, 3.1, 3.3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇത് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ചാൽ നമ്മൾ ലീസ്റ്റ് കൗണ്ട് സഹിതം 2.9 ± 0.1 സെൻറ്റിമീറ്റർ, അതേപോലെ 3.2 എന്നുള്ളത് 3.2 ± 0.1 സെൻറ്റിമീറ്റർ എന്നൊക്കെ എങ്ങനെ എഴുതേണ്ടി വരും. ശരി, എന്നാൽ നമുക്ക് ഇതിൻ്റെ ആവറേജ് ഒന്ന് കണ്ടുപിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? ഇവിടെ 4 റീഡിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് 1/4 ഓഫ് സം ഓവർ i = 1 to 4 li. li എന്ന് പറഞ്ഞാൽ ith റീഡിംഗ് എന്നാണ് അർത്ഥം. i എന്നുള്ളത് 1 ആകുമ്പോൾ ഫസ്റ്റ് റീഡിങ്, i എന്നുള്ളത് 2 ആകുമ്പോൾ സെക്കൻഡ് റീഡിങ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് L1 എന്നുള്ളത് 29 ± 0.1 എന്ന് തന്നെ എഴുതി. അതേപോലെ അടുത്ത റീഡിംഗ് +32 ± 0.1 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എഴുതി. അങ്ങനെ ആ 4 റീഡിംഗ് എഴുതി ഇതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുകയാണ്. ആവറേജ് എടുക്കുമ്പോൾ ഞാൻ 2.9ഉം 3.2ഉം 3.1ഉം 3.3ഉം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് 12.5 എന്ന് കിട്ടി. അത് ഈ 1/4 പുറത്തുള്ളതുകൊണ്ട് /4. ഇനി ഈ എററുകൾ, അതായത് ± 0.1 ± 0.1 എന്നുള്ളതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ആഡ് ചെയ്ത് അപ്പോൾ എനിക്ക് ടോട്ടൽ 0.4 എന്ന് കിട്ടി. ± 0.4, അത് പുറത്തുള്ള 1/4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 0.4 /4. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 3.125 ± 0.1 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എറർ, അതായത് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്നത് 1 മില്ലിമീറ്റർ, അതായത് 0.1 സെൻറ്റിമീറ്റർ. ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മീനിൽ ഓരോ റീഡിങ്ങിലും വന്നിട്ടുള്ള എററായിട്ടുള്ള 0.1 സെൻറ്റിമീറ്റർ, അതായത് ലീസ്റ്റ് കൗണ്ട് എററായിട്ടുള്ള 0.1 സെൻറ്റിമീറ്റർ നമ്മുടെ മീൻ വാല്യൂവിലും എററായിട്ട് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ശരി, ഇവിടെ എറർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡെസിമൽ പ്ലേസിനാണ്. ഇവിടെ എറർ 0.1 ആയതുകൊണ്ട് നമ്മുടെ 3.1 0.1 കഴിഞ്ഞിട്ടുള്ള അടുത്ത 2ഉം 5ഉം അവിടെ റീറ്റെയിൻ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ വാല്യൂസൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ആവറേജ് ലെങ്ത് എന്നുള്ളത് 3.1 ± 0.1 സെൻറ്റിമീറ്റർ എന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. ഈ നമ്പർ ഇങ്ങനെ എഴുതിയതുകൊണ്ട് നമ്മൾ 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഈ 1 എന്നുള്ള ഡിജിറ്റിൽ തന്നെയാണ് എറർ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ എറർ ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എറർ 0.1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാൽക്കുലേഷൻസിലൊന്നും നമ്മൾ ഈ ലീസ്റ്റ് കൗണ്ട് എറർ പ്രത്യേകം എടുത്തെഴുതേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഈ നമ്പർ മാത്രം എഴുതും. ഉദാഹരണത്തിന് നമ്മൾ 2.9 സെൻറ്റിമീറ്റർ മാത്രം എഴുതും. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എറർ സ്റ്റാർട്ട് ചെയ്യുന്ന 0.9ൻ്റെ സ്ഥാനത്ത് നിന്നാണ്. അതായത് ഇവിടെയും എറർ 0.1 സെൻറ്റിമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ട് എറർ 0.1 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു ഉദാഹരണം 3.02 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വയ്ക്കുമ്പോൾ ഇവിടെയുള്ള എറർ 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ നമ്പർ കാണുമ്പോൾ തന്നെ ലീസ്റ്റ് കൗണ്ട് എറർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 3.02ൽ 2 എന്നുള്ള ഡിജിറ്റ് അൺറിലയബിൾ ആണ്. നേരെ മറിച്ച് 3ഉം 0ഉം ഒക്കെ റിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് ആണ്. ഇങ്ങനെ അൺറിലയബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ഡിജിറ്റും റിലയബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഡിജിറ്റ്സും ഒരുമിച്ച് അറിയപ്പെടുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നാണ്. മറ്റൊരു ഉദാഹരണം എടുക്കാം നമുക്ക്. 7.625. ഇവിടെ 5 എന്നുള്ള ഡിജിറ്റ് അൺറിലയബിൾ ആണ്, കാരണം അവിടെ നിന്നാണ് എറർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡിജിറ്റ്സ് 7ഉം 6ഉം 2ഉം ഒക്കെ റിലയബിൾ ആണ്. ഇവിടെ അൺറിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റും ബാക്കി 3 ഡിജിറ്റും ഒരുമിച്ച് അറിയപ്പെടുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നാണ്. ഇവിടെ നമുക്കപ്പം 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? 7, 6, 2 ഇത് 3ഉം റിലയബിൾ ആയിട്ടുള്ളതും അതുകൂടാതെ 5 എന്നുള്ള അൺറിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റും കൂടി ചേർന്ന് 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് നമുക്കിവിടെ ഉണ്ട്.
സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉപയോഗിച്ച് മെഷേർഡ് വാല്യൂസ് എക്സ്പ്രസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് ഓട്ടോമാറ്റിക്കലി വ്യക്തമാവും. ഉദാഹരണത്തിന് ഇപ്പം 7.625 സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മുടെ മെഷേർഡ് വാല്യൂ എന്ന് വിചാരിക്കുക. അത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് കൊണ്ടുള്ള എറർ, ലീസ്റ്റ് കൗണ്ട് എറർ എത്രയായിരിക്കും? 0.001 സെൻറ്റിമീറ്റർ ആണെന്ന് ഓട്ടോമാറ്റിക്കലി വ്യക്തമാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മെഷേർഡ് വാല്യൂസ് എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്താൽ പിന്നെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറേഴ്സിനെ പറ്റി ബോദർ ചെയ്യണ്ട. അതായത് പിന്നീട് നമ്മൾ അബ്സല്യൂട്ട് എറേഴ്സിനെ പറ്റി മാത്രം ബോദർ ചെയ്താൽ മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്ത് ആ മെഷേർഡ് വാല്യൂസൊക്കെ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ എത്രമാത്രം എറർ ഉണ്ടാകും എന്നാണ്. നമ്മൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്തതെന്ന് വിചാരിക്കുക. ആദ്യത്തെ ക്വാണ്ടിറ്റി എ, രണ്ടാമത്തെ ക്വാണ്ടിറ്റി ബി. ഈ 2 ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്താൽ നമുക്കൊരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും, ഇസെഡ്. ഇനി ചോദ്യം ഇതാണ്, നമുക്ക് എയിലുള്ള എറർ അറിയാമെന്ന് വിചാരിക്കുക. അതായത് എ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് എറർ എന്താണെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അത് ഡെൽറ്റ എ ആണെന്ന് വിചാരിക്കുക. അതുപോലെ ബി മെഷർ ചെയ്തപ്പോൾ ഉണ്ടായ എറർ നമുക്കറിയാം, ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഡ് എന്നുള്ള ക്വാണ്ടിറ്റിയിലുള്ള എറർ, അതായത് ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇവിടെ ഡെൽറ്റ സെഡ് എന്നുള്ളത് സെഡിലുള്ള മാക്സിമം എററാണ്. അതുകൊണ്ട് മാക്സിമം ഇറർ ഉള്ള സമയത്തുള്ള സെഡിൻ്റെ വാല്യൂ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ആണ്. അങ്ങനെ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ആവണമെങ്കിൽ എയിലും ബിയിലുള്ള എറർ മാക്സിമം ആയിരിക്കണം. അതായത് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഷുഡ് ബി ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ബി. നമുക്ക് ഇത് സിമ്പിളായിട്ട് എ പ്ലസ് ബി, ഇവിടുത്തെ എയും ഈ ബിയും ഞാൻ ഒരുമിച്ച് എഴുതി, പിന്നെ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് എഴുതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡെൽറ്റ സെറ്റിൻ്റെ മാക്സിമം ആണ്. ആ മാക്സിമത്തിൻ്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ശരി, ഇനിയിപ്പോൾ ഡെൽറ്റ സെറ്റിൻ്റെ മിനിമം എങ്ങനെ കണ്ടുപിടിക്കും? ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി, സിമിലർ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ സെഡിൻ്റെ മിനിമം വിൽ ബി മിനിമം ഓഫ് എ പ്ലസ് മിനിമം ഓഫ് ബി. അതായത് സെഡ് മൈനസ് ഡെൽറ്റ സെഡ് വിൽ ബി എ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ ഇവിടെയുള്ള മിനിമം വാല്യൂ എങ്ങനെ കിട്ടുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഒരുമിച്ച് എടുത്തു, വീണ്ടും മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതായത് ഇവിടുത്തെ മൈനസ് ഈ ഡെൽറ്റ സെറ്റും മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബിയും കൂടിയും കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും ഡെൽറ്റ സെറ്റ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് മിനിമം ആണ്, മിനിമം ഓഫ് ഡെൽറ്റ സെറ്റ് ആണ്. ഡെൽറ്റ സെറ്റ് മിനിമം ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഡെൽറ്റ സെറ്റ് മാക്സിമവും ഡെൽറ്റ സെറ്റ് മിനിമവും തുല്യമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഡെൽറ്റ സെറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതായത് 2 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എററുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി 2 ക്വാണ്ടിറ്റീസ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അതായത് എക്സ് എന്നുള്ളത് എ മൈനസ് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മാക്സിമം വിൽ ബി എ പ്ലസ് ഡെൽറ്റ എ, അതായത് എൻ്റെ മാക്സിമം മൈനസ് ബി മൈനസ് ഡെൽറ്റ ബി. ഇവിടെ നിന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. ഇവിടെ ഞാൻ പ്ലസ് ഡെൽറ്റ ബി എന്നല്ല എഴുതിയിരിക്കുന്നത്, മൈനസ് ഡെൽറ്റ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് എന്നുള്ളത് വീണ്ടും മൈനസ് ആയി പ്രശ്നമായി. നമുക്ക് താഴത്തേക്കൊന്ന് പോയി നോക്കാം. ഇതെന്നുള്ളത് എ മൈനസ് ബി പ്ലസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. കണ്ടോ, ഇവിടെ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ മോഡിൽ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൈനസ് വന്നേനെ, അതായത് ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബി എന്ന് കിട്ടിയേനെ. അതായത് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബിയേക്കാൾ ചെറുതാണ് ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബി. അതുകൊണ്ടാണ് ഞാനിവിടെ മനഃപൂർവ്വം മൈനസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഡെൽറ്റ എക്സ് മാക്സിമം വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്നാണ്. ഇനി ഡെൽറ്റ എക്സ് മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഡെൽറ്റ എക്സ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും
അബ്സല്യൂട്ട് എറർ എന്നുള്ളത് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് മെഷേർഡ് വാല്യൂസിലെ എററിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ സെറ്റ് ഈക്വൽ ടു എ ബി എന്ന് വിചാരിക്കുക. എ ഒരു മെഷേർഡ് വാല്യൂ ആണ്, ബി മറ്റൊരു മെഷേർഡ് വാല്യൂ ആണ്. ഇനി സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്തായിരിക്കും? എ പ്ലസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഡെൽറ്റ ബി. അതായത് ഞാൻ ഫുൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എ ബി പ്ലസ് എ ഇൻറ്റു ഡെൽറ്റ ബി പ്ലസ് ബി ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി എന്ന ടേമും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സെറ്റ് ഈക്വൽ ടു എ ബി ആയതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗത്തുനിന്നും സെറ്റും എ ബിയും കളഞ്ഞു. പകരം ഡെൽറ്റ സെറ്റ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ ബി പ്ലസ് ബി ഇൻറ്റു ഡെൽറ്റ എ അതേപോലെ ഇറക്കി വെച്ചു. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ഇതിലെ റിലേറ്റീവ് എററാണ്. ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് വെച്ച് ഡിവൈഡ് ചെയ്താൽ സംഭവിക്കും. ഇവിടെ സെറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ ടോട്ടലി എ ബി വെച്ച് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കിട്ടുന്ന ഡെൽറ്റ ബി ബൈ ബി അങ്ങനെ കിട്ടുന്നത് വെച്ചാൽ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ എ ബി ആണല്ലോ. എ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് ഡെൽറ്റ ബി ബൈ ബി എന്ന് കിട്ടുന്നത്. അതേപോലെ ബി ഇൻറ്റു ഡെൽറ്റ എ എന്ന് ബി ക്യാൻസൽ ചെയ്ത് പോകും. ഡെൽറ്റ എ ബൈ എ എന്ന് കിട്ടി. പിന്നെ ഇവിടെ ഡെൽറ്റ എ ഡെൽറ്റ ബി എന്നുള്ള ടൈം എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ കിട്ടി. ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെൽറ്റ ബി ബൈ എ നമുക്ക് പരിചയമുള്ള ടൈമാണ്, ബിയിലെ റിലേറ്റീവ് എററാണ്. അതേപോലെ ഡെൽറ്റ എ ബൈ എ എന്നുള്ള എയിലെ റിലേറ്റീവ് എററാണ്. പക്ഷേ ഇവിടെ ഒരു പ്രോഡക്റ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഡെൽറ്റ എ ബൈ എ എന്നുള്ള വണ്ണിനേക്കാൾ വളരെ ചെറിയ നമ്പറാണെന്ന് വിചാരിക്കാം. അതേപോലെ ഡെൽറ്റ ബി ബൈ ബി എന്നുള്ളതും വണ്ണിനേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ചെയ്യുമ്പോൾ വണ്ണിനേക്കാൾ വളരെ ചെറിയൊരു നമ്പർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം എന്നർത്ഥം. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. എന്ന് വെച്ചാൽ രണ്ട് മെഷേർഡ് വാല്യൂസിൻ്റെ പ്രോഡക്റ്റായി കിട്ടുന്ന വാല്യൂ അതിൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഓരോ മെഷേർഡ് വാല്യൂവിൻ്റെയും റിലേറ്റീവ് എററുകളുടെ സമ്മാണ്. ഓർത്ത് വയ്ക്കുക, റിലേറ്റീവ് എററുകളുടെ സമ്മായിരിക്കും പ്രോഡക്റ്റിൻ്റെ റിലേറ്റീവ് എറർ. എന്ന് വെച്ചാൽ റിലേറ്റീവ് എറർ ഗെറ്റ്സ് ആഡഡ്. ഇനി നമ്മുടെ സെറ്റ് ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്നുള്ളത് എ പ്ലസ് ഡെൽറ്റ എ ബൈ ബി മൈനസ് ഡെൽറ്റ ബി. എന്താ ബി മൈനസ് ഡെൽറ്റ ബി? ഈ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്നത് സെറ്റിലുള്ള മാക്സിമമാണ്. സെറ്റിനുള്ള എറർ മാക്സിമം ആകുമ്പോഴുള്ള അവസ്ഥ. സെറ്റിൻ്റെ എററോടുകൂടിയ മാക്സിമം വാല്യൂ. അപ്പോൾ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മാക്സിമം ആവണമെങ്കിൽ എ ന്യൂമറേറ്റർ മാക്സിമം ആവണം, എ പ്ലസ് ഡെൽറ്റ എ. ഡിനോമിനേറ്റർ മിനിമം ആവണം. അതാണ് ബി മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതിയത്. പ്രൊസീഡ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് ഡെൽറ്റ സെറ്റ് ഇത് അതേപോലെ താഴത്ത് ഇറക്കിയിട്ടു മൈനസ് ഈ സെറ്റിന് പകരം ഞാൻ എ ബൈ ബി എന്ന് എഴുതി. സെറ്റ് ഈക്വൽ ടു എ ബൈ ബി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇത് ബി മൈനസ് ഡെൽറ്റ ബി ഇൻറ്റു ബി ഡിനോമിനേറ്ററിലിട്ടു. ബാക്കിയെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എ ബി ഇവിടെ നോക്കിക്കോളൂ, ഈ എ ബിയും ഈ മൈനസ് എ ബിയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് ഡെൽറ്റ എ ബൈ ബി മൈനസ് ഡെൽറ്റ ബി എന്ന് കണ്ടു. ശരി, ഓക്കെ. ഇനി ഇവിടെ ഡെൽറ്റ ബി എന്നുള്ളത് ബിയേക്കാൾ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ബി നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എ ബൈ ബി എന്നാണ് കിട്ടുക. ഇവിടെ നമുക്ക് ഇവിടെ അഗൈൻ ഡെൽറ്റ ബി നെഗ്ലക്റ്റ് ചെയ്താൽ എ ബൈ ബി കണ്ടോ, ഡെൽറ്റ ബി ബൈ ബി അത് ഇവിടെയും കിട്ടി. ശരി, ഇനി നമുക്ക് ഡെൽറ്റ സെറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ആണ് ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് റിലേറ്റീവ് എററാണ് കിട്ടുക. ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ചെയ്താൽ നമുക്ക് സെറ്റിനോട് ഡിവൈഡ് ചെയ്യുന്നത് ബി ബൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുല്യമാണ്. കാരണം സെറ്റ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഈക്വൽ ടു എ ബൈ ബി എന്നാണ്. അപ്പോൾ സെറ്റിനോട് ഡിവൈഡ് ചെയ്യുന്നത് ബി ബൈ ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് എന്നുള്ളത് എങ്ങനെ കിട്ടി? ഈ ബിയും ബിയും ക്യാൻസൽ ചെയ്ത് പോകും. ചുരുക്കി പറഞ്ഞാൽ ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ആ മൾട്ടിപ്ലയറിലെ റിലേറ്റീവ് എററുകൾ ആഡ് ചെയ്താൽ നമുക്ക് ആ പ്രോഡക്റ്റിലെ റിലേറ്റീവ് എറർ കിട്ടും. നമുക്ക് പറയാം, when two quantities are multiplied, the relative error in the result will be the sum of the relative errors in the multipliers. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തൊരു സെറ്റ് കിട്ടി. ആ എയിലെയും ബിയിലെയും റിലേറ്റീവ് എററുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് സെറ്റിൻ്റെ റിലേറ്റീവ് എറർ കിട്ടും. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും റിലേറ്റീവ് എറേഴ്സ് ആഡ് ചെയ്യുകയാണ് മനസ്സിൽ വയ്ക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം.
നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് R1 മറ്റേത് R2. ഇത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്കും ബിക്കും എക്രോസ് ആണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും കൂടി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് എ നിന്ന് ബിയിലേക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനുള്ള ഫോർമുല തന്നിട്ടുണ്ട്. 1/R' = 1/R1 + 1/R2 എന്നാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ R'-ലുള്ള എറർ R1-ൻ്റെയും R2-ൻ്റെയും R1-ലുള്ള എററിൻ്റെയും R2-ലുള്ള എററിൻ്റെയും ടേംസിൽ എഴുതണം. ഒന്നുകൂടി പറയാം, ഇവിടെ R1 R2 തന്നിട്ടുണ്ട്. ഈ R1-ൽ ഏതോ ആൾ മെഷർ ചെയ്ത് കൊണ്ടപ്പോഴും എങ്ങനെ കിട്ടിയ വാല്യൂസ് ആയിരിക്കണം ഈ R1ഉം R2ഉം. ഇതിലൊക്കെ എന്തായാലും എറർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന R'-ലും എറർ ഉണ്ടായിരിക്കണം. ഈ R'-ലുള്ള എറർ R1-ലുള്ള എററിൻ്റെയും R2-ലുള്ള എററിൻ്റെയും അതുകൂടാതെ R1-ൻ്റെയും R2-ൻ്റെയും ടേംസിലും കൂടി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇതാണ് ചോദ്യം. അതായത് എക്സ്പ്രസ് ദ എറർ ഇൻ R' ഇൻ ടേംസ് ഓഫ് R1, R2, ഡെൽറ്റ R1 ആൻഡ് ഡെൽറ്റ R2. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ Z = A + B എന്നുള്ള ഫോർമുല ആണെങ്കിൽ ഡെൽറ്റ Z എന്നുള്ളത് ഡെൽറ്റ A + ഡെൽറ്റ B എന്നുള്ള ഫോർമുല ആണ്. ഇത് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രോബ്ലത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എഴുതുകയാണ്. അതായത് ഡെൽറ്റ സെറ്റിന് വരെ ഞാൻ A + B അതേപടി എഴുതി വെച്ചിട്ടുണ്ട്. ഡെൽറ്റ A + B = ഡെൽറ്റ A + ഡെൽറ്റ B. ഇപ്പോൾ നമ്മുടെ ഫോർമുലയിൽ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എറർ ഇൻ A + B രണ്ട് ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒന്നിച്ചുള്ള എറർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ A + ഡെൽറ്റ B എന്ന് എഴുതിയാൽ മതി. അതായത് എറർ ഇൻ A + എറർ ഇൻ B എന്ന് എഴുതിയാൽ മതി. അതേപോലെ എറർ ഇൻ A/B ആണെങ്കിലോ, സെറ്റ് A/B ആണെങ്കിൽ അതിലെ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് നമുക്ക് റിലേറ്റീവ് എററിനാണ് നമുക്കൊരു ഫോർമുല ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ A/B എന്നുള്ള ഫോർമുല ആണെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ Z, ഡെൽറ്റ Z/Z വിൽ ബി ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ A + റിലേറ്റീവ് എറർ ഇൻ B. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുകയാണ്. ഡെൽറ്റ Z, ഈ Z ഞാൻ എപ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ആ സെറ്റിന് ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. ഡെൽറ്റ ഈ സെറ്റ് എന്നുള്ള A/B ആണല്ലോ, ഈ സെറ്റിന് വരെ ഞാൻ A/B എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫോമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടി ഓർക്കുക, Z = A + B ആകുമ്പോൾ ഡെൽറ്റ ഓഫ് A + B എന്താണ്, വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ A + ഡെൽറ്റ B. ഈ ഒരു ഫോമും ഡെൽറ്റ A/B = ഡെൽറ്റ A/A + ഡെൽറ്റ B/B ഇൻറ്റു A/B എന്നുള്ള ഫോമും നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ 1/R' = 1/R1 + 1/R2 ആണ്. ഇത് ഈ 1/R' ഞാൻ ഒന്നിച്ച് നമ്മൾ സെറ്റായിട്ട് സങ്കല്പിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Z എന്നുള്ളത് ഡെൽറ്റ 1/R1 ആയിരിക്കും. ഓക്കെ, നമുക്കത് എഴുതി നോക്കാം. ആ ഡെൽറ്റ 1/R' ആയിരിക്കും. ഈ 1/R' ഒന്നിച്ച് ഞാൻ സെറ്റായിട്ട് സങ്കല്പിക്കുകയാണ്. അതുകൊണ്ട് ഡെൽറ്റ Z എന്നുള്ളത് ഡെൽറ്റ 1/R' ആയിരിക്കും. ഇത് ഈക്വൽ ടു ഡെൽറ്റ 1/R1. പിന്നെയോ അങ്ങനെ ഡെൽറ്റ 1/R1 കിട്ടിയത് ഈ ഫോർമുല ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് Z = A + B എന്നുള്ള ഫോമിൽ സങ്കല്പിക്കുക. 1/R' എന്നുള്ള Z ആയിട്ട് എടുക്കുക, 1/R1 എന്നുള്ളത് A ആയിട്ട് എടുക്കുക, 1/R2 എന്നുള്ളത് B ആയിട്ട് എടുക്കുക. അപ്പം ഡെൽറ്റ Z എന്നുള്ളത് ഡെൽറ്റ A + ഡെൽറ്റ B എന്നുള്ളത് നമുക്ക് എങ്ങനെ പറഞ്ഞിരുന്നത്, ഇവിടെ ഡെൽറ്റ ഓഫ് 1/R' വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഓഫ് 1/R1 പ്ലസ് ഡെൽറ്റ ഓഫ് 1/R2. ബിൻ്റെ സ്ഥാനത്ത് 1/R2 ആണ്. അപ്പോൾ ഡെൽറ്റ ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റ ഓഫ് 1/R2. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഡെൽറ്റ ഓഫ് 1/R' ആണ്. ഇവിടെ ഡെൽറ്റ ഓഫ് A/B എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഡെൽറ്റ ഓഫ് A/A പ്ലസ് ഡെൽറ്റ ഓഫ് B/B ഇൻറ്റു A/B എന്നാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കുക, ഡെൽറ്റ 1/R' മാത്രം നോക്കുക. ഇവിടെ മുകളിൽ A താഴത്ത് B എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഡെൽറ്റ A/B ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഡെൽറ്റ ഓഫ് 1/R' ഡെൽറ്റ ഓഫ് A/B ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 1 ആണ്, ബിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന R' ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, ഡെൽറ്റ ഓഫ് 1/R'. അപ്പോൾ ഡെൽറ്റ A എന്താണ് അവിടെ, ഡെൽറ്റ A എന്നുള്ള ഡെൽറ്റ 1 ആണ്. ഈ 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെൽറ്റ A എന്നെടുത്താൽ 0 എന്നാണ് കിട്ടുക. നേരെ കുറച്ച് B എന്നുള്ളത് R' ആണ്, ഡെൽറ്റ B എന്നെടുത്താൽ ഡെൽറ്റ R' എന്നാണ് കിട്ടുക. അത് ഉപയോഗിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഡെൽറ്റ A അതായത് 1 എന്നുള്ളത് A ആണ്. അപ്പോൾ ഡെൽറ്റ A എന്നുള്ളത് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 0/1
ഡെൽറ്റ എ ബൈ എ ആണ്. അപ്പോൾ 0/1 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി, ബി എന്നുള്ളത് ആർ പ്രൈം ആണ്. അപ്പോൾ ഡെൽറ്റ ആർ പ്രൈം ബൈ ബി തന്നെ, ആർ പ്രൈം തന്നെ, ഇൻറ്റു എന്താണ് എ ബൈ ബി എന്നുള്ളത് 1/r പ്രൈം ആണ്. അപ്പോൾ 1/r പ്രൈം. ദിസ് വിൽ ബി ഈക്വൽ ടു, ഇനി ഇവിടെയും അത് തന്നെയാണ് ഡെൽറ്റ 1/r1 എന്നുള്ളത്, ഇവിടെയും ഡെൽറ്റ ഓഫ് എ ബൈ ബി എന്നുള്ള ഫോമിൽ തന്നെയാണ്. ഇവിടുത്തെ എ വീണ്ടും 1 തന്നെയാണ്, ബിക്ക് ഇവിടെ r1. അപ്പോൾ ഇതേ ഫോമിലുള്ള ഒരു ഫോർമുലയായിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0/1 പ്ലസ് ഡെൽറ്റ r1/r1 ഇൻറ്റു 1/r1. പിന്നെയോ പ്ലസ് വീണ്ടും 1/r2 എന്ന് വന്നിരിക്കുന്നു. വീണ്ടും ഡെൽറ്റ എ ബൈ ബി എന്നുള്ള ഫോം വന്നിരിക്കുന്നു. എൻ്റെ സ്ഥാനത്ത് 1 ആണ്, ബിൻ്റെ സ്ഥാനത്ത് r2 ആണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും? 0/1 പ്ലസ് ഡെൽറ്റ r2/r2 ഇൻറ്റു 1/r2. ഇനി നമുക്ക് സീറോസ് ഒക്കെ ഒന്ന് എടുത്ത് കളയാം. ഇങ്ങനൊരു ഭംഗിയായ ഫോം കിട്ടി. നോക്കിക്കോളാം, 1/r പ്രൈം സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടി. ഇപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ആയി. അതായത് ഡെൽറ്റ ആർ പ്രൈം ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആർ പ്രൈം സ്ക്വയർ ആണ് അടിയിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഇവിടെ ഡെൽറ്റ r1 അത് നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. r1 സ്ക്വയർ അത് തന്നിട്ടുണ്ട്. ഇവിടെയും ഡെൽറ്റ r2 തന്നിട്ടുണ്ട്, r2 തന്നിട്ടുണ്ട്. അപ്പോൾ ആർ പ്രൈം സ്ക്വയറിന് കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡെൽറ്റ ആർ പ്രൈമിനുള്ള ഫോം കിട്ടും നോക്കാം. ആദ്യം ചെയ്തിരിക്കുന്നത് ആർ പ്രൈം സ്ക്വയർ ഞാൻ വലത്ത് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തു. ഈ ആർ പ്രൈം എന്നുള്ളത് എന്താണ്? r1 r2/r1 പ്ലസ് r2 ആയിരിക്കും. ഈ ഫോർമുലയാണ് 1/r പ്രൈം ഈക്വൽ 1/r1 പ്ലസ് 1/r2 എന്നുള്ള ഫോർമുല. ആർ പ്രൈമിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എന്താ കിട്ടുക? റെസിപ്രോ ആദ്യം ഇത് 1/r1 പ്ലസ് 1/r2 ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? r1 പ്ലസ് r2/r1 r2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ r1 r2/r1 പ്ലസ് r2 എന്ന് കിട്ടും. അത് ഞാനവിടെ അതേപടി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ആർ പ്രൈം, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിലുള്ള എറർ എന്തിൻ്റെയൊക്കെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്? എറർ ഇൻ ഡെൽറ്റ r1, അതായത് എറർ ഇൻ r1/r1 സ്ക്വയർ, അതായത് r1ൻ്റെ സ്ക്വയർ തന്നെ അത് തന്നിട്ടുണ്ട്. പിന്നെ എറർ ഇൻ r2/r2 സ്ക്വയർ. പിന്നെ ഇവിടെയോ? ഇവിടെ വെറും r1 r2 മാത്രമേ ഉള്ളൂ. r1 r2/r1 പ്ലസ് r2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിലുള്ള എറർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല കിട്ടി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കണം. നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷേർഡ് വാല്യൂസിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ r1ഉം r2 ഒക്കെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എറർ ഡെൽറ്റ ആർ പ്രൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ r1ഉം r2 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അത് ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നൊക്കെ അറിയാതെ നമുക്ക് ഈ ഡെൽറ്റ ആർ പ്രൈം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്ത ഉദ്യമം സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതെങ്ങനെ ആഡ് ചെയ്യാം, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നമ്പർ കൺസിഡർ ചെയ്യാം, 542.3. ഈ നമ്പറിനെ നമുക്ക് 5 × 10⁻² പ്ലസ് 4 × 10⁻1 പ്ലസ് 2 × 10⁻0 പ്ലസ് 3 × 10⁻−1 എഴുതാം. ഇവിടെ 5 എന്ന ആ വാല്യൂവിനെ, നമ്മുടെ ഈ വാല്യൂവിനെ നമുക്ക് ഫേസ് വാല്യൂ എന്ന് വിളിക്കാം. അതുപോലെ 10⁻² എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് എന്ന് വിളിക്കാം. 10⁻² അഥവാ 100. ആ 100നെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് എന്ന് വിളിക്കാം. ഇനി 5 × 10⁻²നെ ഒരുമിച്ച് നമുക്ക് പ്ലേസ് വാല്യൂ എന്ന് വിളിക്കാം. അതുപോലെ ഇവിടെ 4, ഈ 4നെ നമുക്ക് ഫേസ് വാല്യൂ എന്ന് വിളിക്കാം. 10⁻1 അതായത് 10 തന്നെ, അതായത് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് എന്ന് വിളിക്കാം. ഇനി 4 × 10⁻1 ഒരുമിച്ച്, അതായത് 40 എന്ന നമ്പറിനെ ഒരുമിച്ച് നമ്മൾ പ്ലേസ് വാല്യൂ എന്നാണ് വിളിക്കുക. നമ്മൾ m എന്ന് പറഞ്ഞൊരു നമ്പർ കൺസിഡർ ചെയ്യുക. അതിന് p സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ എമ്മിനെ m താഴത്തൊരു p എന്ന് എഴുതും, p സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളതുകൊണ്ട്. ഈ നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ടു ഇങ്ങനെയാണ്: am × 10⁻m പ്ലസ് എക്സെട്ര എക്സെട്ര. ലാസ്റ്റ് ടേം a m - p + 1
എയുടെ സബ്സ്ക്രിപ്റ്റ് ആണ് ഇൻറ്റു 10 പവർ m മൈനസ് പി പ്ലസ് 1. ഇതിങ്ങനെ എഴുതിയാൽ പി സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സേ ഉണ്ടാവുള്ളൂ. എണ്ണി നോക്കൂ, ഇവിടെ ആദ്യത്തെ ടേം 10 പവർ എമ്മിലാണ്, എം ആണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ്. ലാസ്റ്റ് ഡിജിറ്റിൻ്റെയോ 10 പവർ m മൈനസ് പി പ്ലസ് 1. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് അറിയാൻ അങ്ങനെ ചെയ്താൽ മതി. ഇത് 10 പവർ m മൈനസ് പി പ്ലസ് 1 വരും m മൈനസ് പി മൈനസ് 1 എന്ന് പറയാം. അപ്പോൾ ഇത് m മൈനസ് പി മൈനസ് 1 എന്നുള്ള നമ്പറാണ്. ആദ്യത്തെ ടേമോ m മൈനസ് 0 ആണ്. അപ്പോൾ നമ്മൾ m മൈനസ് 0 മുതൽ m മൈനസ് പി മൈനസ് 1 വരെ എത്ര ടേം ഉണ്ടാവും? പി മൈനസ് 1 പ്ലസ് ഈ 0 കൂടി കൂട്ടണം നമ്മളപ്പോൾ 1. അപ്പോൾ പി ടേംസ് ഉണ്ടാവും ഒട്ടാകെ. ശരി, ഇനി നമ്മളിങ്ങനെ എഴുതിയിട്ട് ഇതിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് അത് അൺറിലയബിൾ ഡിജിറ്റാണ്. ആ ഡിജിറ്റിൻ്റെ സ്ഥാനത്താണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് എറർ വരാറ്. അപ്പോൾ നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എറർ എന്തായിരിക്കും? 10 പവർ m മൈനസ് പി പ്ലസ് 1 ആയിരിക്കും. നമുക്ക് അത് സൈഡ് ഒന്ന് എഴുതാം. ഇവിടെ ഞാൻ എം പി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എം ഇത് ലീസ്റ്റ് കൗണ്ട് എററാണ്. ഇത് ഈ നമ്പർ തന്നെ ഫുൾ എഴുതും. പ്ലസ് ഓർ മൈനസ് എന്താണ്? ആ ലീസ്റ്റ് കൗണ്ട് എറർ ആയിട്ടുള്ള 10 പവർ m മൈനസ് പി പ്ലസ് 1. ഇനി ക്യൂ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള n എന്നൊരു നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടേം bn ഇൻറ്റു 10 പവർ n ആണ്. ഇവിടെ ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് 10 പവർ n ആണ്. അതിനോ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ക്യൂ ആണ്. അതുകൊണ്ട് ലാസ്റ്റ് ടേം 10 പവർ n മൈനസ് ക്യൂ പ്ലസ് 1 എന്നുള്ള രീതിയിലാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് കൗണ്ട് എറർ എത്രയായിരിക്കും? 10 പവർ n മൈനസ് ക്യൂ പ്ലസ് 1. ശരി, ഇത് നമ്മൾ ഈ എമ്മും എന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ ക്വാണ്ടിറ്റി സെഡാന്ന് വിചാരിക്കുക. ഈ സെഡിലെ എറർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ പരിപാടി. അതായത് ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്നുള്ളത് എൻ എം പ്ലസ് ഇവിടെ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്നുള്ളത് എൻ പ്ലസ് ഡെൽറ്റ എൻ ഇൻറ്റു എം പ്ലസ് ഡെൽറ്റ എം ആണല്ലോ. അതുകൊണ്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എൻ എം പ്ലസ് എൻ ഇൻറ്റു ഡെൽറ്റ എം പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ എൻ പ്ലസ് ലാസ്റ്റ് ടേം ഡെൽറ്റ എം ഡെൽറ്റ എൻ കിട്ടും. ഇവിടെ എൻ എം എന്നുള്ള സെഡ് തന്നെയാണ്. അതൊന്ന് ക്യാൻസൽ ചെയ്താൽ ഡെൽറ്റ സെഡ് എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. നമ്മൾ ഡെൽറ്റ സെഡ് എന്നുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എൻ ഡെൽറ്റ എമ്മുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ എം ഡെൽറ്റ എന്നുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൽ എവിടേക്ക് ഇരിക്കുന്നത് നോക്കാം. ഈ എൻ ഡെൽറ്റ എം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഈ എന്നിൻ്റെ വാല്യൂസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് അവസാനിക്കുന്നത്. ആ എന്ന് ഡെൽറ്റ എം, ഈ ഡെൽറ്റ എം ഇരിക്കുന്നത് ഇനി അറ്റത്താണ്, ലീസ്റ്റ് കൗണ്ട് എറർ ആണത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ബി എൻ ഇൻറ്റു 10 പവർ n 10 പവർ എം മൈനസ് പി പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? ബി എൻ ഇൻറ്റു 10 പവർ n പ്ലസ് എം മൈനസ് പി പ്ലസ് 1. ആ ടേമാണ് ഇവിടെ ഇരിക്കുന്നത്, എൻ പ്ലസ് എം മൈനസ് പി പ്ലസ് 1. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പി ഈസ് ലെസ് ദാൻ ക്യൂ എന്ന് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഡെൽറ്റ സെഡിലെ ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് ഉള്ള ടേം ഏതായിരിക്കും? ടേംസ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ 10 പവർ എം പ്ലസ് എൻ മൈനസ് ക്യൂ പ്ലസ് 1 തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യുന്നത്. എം പ്ലസ് എൻ അങ്ങനെ കുറഞ്ഞ് വരിക ചെയ്യുന്നത്. രണ്ടാമത്തെ വരിയിലോ എൻ പ്ലസ് എം മൈനസ് പി പ്ലസ് 1 തുടങ്ങി പിന്നെയും കുറഞ്ഞ് വരിക ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലത്തെ ഏതൊരു ടേമാണ്. ഇപ്പോൾ പി സ്മോളർ ആയതുകൊണ്ട് 10 പവർ എൻ പ്ലസ് എം മൈനസ് പി പ്ലസ് 1 എന്നുള്ള ഈ ടേം തന്നെയാണ് നമ്മൾ നോക്കുന്ന ടേം. ആ ടേമിനാണ് ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഡിൻ്റെ ഫസ്റ്റ് അൺറിലയബിൾ ഡിജിറ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസും ഇത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ബി എൻ എ എം ഇൻറ്റു 10 പവർ എം പ്ലസ് എന്നിൽ ആരംഭിച്ച് ബി എൻ എ എം മൈനസ് പി പ്ലസ് 1 ഇൻറ്റു 10 പവർ എം പ്ലസ് എൻ മൈനസ് പി പ്ലസ് 1 എന്ന ടേമിൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെഡിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ടേംസ് ഉണ്ടാകും? നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തതുപോലെ ഇവിടെ 10 പവർ എം പ്ലസ് എൻ ആണ്, ഇവിടെ 10 പവർ എം പ്ലസ് എൻ മൈനസ് പി പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൊട്ടാകെ പി സിഗ്നിഫിക്കൻറ്റ് ടേംസ് എങ്കിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇൻ മൾട്ടിപ്ലിക്കേഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് റീറ്റെയിൻ
as many significant figures as are there in the original number with the least significant figures. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് നമ്പറിലാണോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മുടെ ഫൈനൽ ആൻസറിലും ഉണ്ടായിരിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അഡീഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ 36.32, രണ്ടാമത് 27.2, മൂന്നാമത് 0.301. ഇതിൽ ആദ്യത്തെ നമ്പർ 36.32, ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണുള്ളത്. ഇതിൽ 2 ആണ് അൺസർട്ടൺ ആയിട്ടുള്ള നമ്പർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ലീസ്റ്റ് കൗണ്ട് എറർ 0.01 ആണ് ആദ്യത്തെ നമ്പറിൽ, രണ്ടാമത്തേൽ 0.1 ആണ്, മൂന്നാമത്തേൽ 0.001 ആണ്. നമുക്ക് ആ ലീസ്റ്റ് കൗണ്ട് എറർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഈ 3 നമ്പർ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം, പിന്നെ ഈ ലീസ്റ്റ് കൗണ്ട് എററുകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ 3 നമ്പർ കൂടി കൂട്ടി എഴുതിയിട്ടുണ്ട്. നമുക്ക് എറർ ആരംഭിക്കുന്നത് 0.8ൻ്റെ സ്ഥാനത്താണ്. അതായത് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ പ്ലേസ് 10⁻⁻1 ആയിട്ടുള്ള ആ സ്ഥാനത്താണ് എറർ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്ഥാനം മാത്രം വെച്ച് ബാക്കിയൊക്കെ കളയാം. അപ്പോൾ 63.8 ± 0.1 എന്നായി. ഇനി നമ്മൾ സിഗ്നിഫിക്കൻറ്റ് എറേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എറർ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 63.8 എന്നാണ്. ഇവിടെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറർ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 8, ആ 8 ആണ് അൺസർട്ടൺ ഡിജിറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: 3 സംഖ്യകൾ, 3 വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പ്ലേസ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ, അതായത് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂവിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്ര ഡെസിമൽ പ്ലേസുകളെ നമ്മൾ ഫൈനൽ ആൻസറിൽ റീറ്റെയിൻ ചെയ്യുകയുള്ളൂ. കാര്യത്തിൽ പറഞ്ഞാൽ only those many decimal places are retained in the final result as are there in the value with the least decimal places. ഇവിടെ ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂ 27.2 ആണ്. അവിടെ ആകെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ ആൻസറിലും ഒറ്റ ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയാം: ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂവിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്ര ഡെസിമൽ പ്ലേസുകളെ നമ്മൾ ഫൈനൽ ആൻസറിൽ റീറ്റെയിൻ ചെയ്യുകയുള്ളൂ. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രം ഉപയോഗിച്ച് വാല്യൂസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ലെങ്ത് ഓഫ് എ റോഡ് 4.32 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് വ്യക്തമാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.01 കിലോമീറ്റർ ആണെന്ന്. ഇനി ഇതേ ലെങ്ത്ത് നമ്മൾ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 4320 എന്നാണ് കിട്ടുക. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 3 ആണോ അതോ 4 ആണോ എന്ന് വ്യക്തമല്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ 4320 എന്ന് എഴുതിയിട്ട് ഈ 2ൻ്റെയും 0ൻ്റെയും അടിയിൽ ഓരോ വര വരച്ചിട്ട് ഈ അണ്ടർലൈൻ ചെയ്ത നമ്പർ രണ്ടും അൺറിലയബിൾ ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിനേക്കാളിലൊക്കെ നല്ലൊരു വഴിയുണ്ട്. നമ്മൾ ഈ 4320 മീറ്റേഴ്സ് എന്നൊക്കെ എഴുതുന്നതിന് പകരം 4.32 × 10⁻³ മീറ്റർ അങ്ങോട്ട് എഴുതാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഈ 0 ഇവിടെ ഇല്ല, വെറും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചോദ്യം: നമ്മൾ ലീസ്റ്റ് കൗണ്ട് 1 മീറ്റർ ഉള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചൊരു മെഷർമെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 5860 മീറ്റർ ആണ്. ഇവിടെ ലീസ്റ്റ് കൗണ്ട് 1 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ 0 നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഒട്ടും മടിക്കണ്ട, 5.860 × 10⁻³ എന്ന് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്യുക. ഡെസിമൽ പ്ലേസിൻ്റെ മുൻപേ ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള
സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ 1ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഡെസിമൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഏത് വാല്യൂവിനെയും a × 10⁻b എന്ന ഫോമിൽ എഴുതാം. ഇവിടെ b എന്നുള്ളത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജറാണ്. ഇങ്ങനെ എഴുതുന്നതിനാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 5860 മീറ്ററിന് 5.860 × 10⁻3 എന്ന് എഴുതി, മീറ്റേഴ്സ് എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 5.860 എന്ന നമ്പർ 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള ഒരു ഡെസിമൽ നമ്പറാണ്. ഇനി നമ്മുടെ ബീൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 3 ആണ്. നമുക്ക് എന്ത് നമ്പർ കിട്ടിയാലും അതിനെ നമുക്ക് a × 10⁻b എന്നുള്ള ഫോമിൽ എഴുതാം. a എന്തായിരിക്കണം? 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള ഒരു ഡെസിമൽ നമ്പർ. b എന്ത് ഇൻറ്റിജർ വേണമെങ്കിലും ആകാം. ഇങ്ങനെ എഴുതിയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഡെസിമൽ പോയിന്റിൻ്റെ മുന്നിൽ ഒരു നോൺ സീറോ ഡിജിറ്റ് എന്തായാലും ഉണ്ടാകും. മാത്രമല്ല ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള സീറോസിനെല്ലാം സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സായിട്ട് ധൈര്യമായിട്ട് കൗണ്ടും ചെയ്യാം. ഇനി സയൻറ്റിഫിക് നൊട്ടേഷൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ ചില റൂൾസുകൾ പ്രത്യേകം ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇടത് ഭാഗത്തേക്കുള്ള സീറോസ് ഒരു കാരണവശാലും പരിഗണിക്കില്ല, ഡെസിമൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഉദാഹരണത്തിന് 0.01 ആകെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ഈ ഡെസിമൽ പോയിന്റിൻ്റെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സീറോസ് ഒന്നും ഒരിക്കലും കൗണ്ട് ചെയ്യില്ല. നോൺ സീറോ നമ്പറിൻ്റെ ഇടത് ഭാഗത്തുള്ള സീറോസ് ഒന്നും ഒരിക്കലും കൗണ്ട് ചെയ്യില്ല. ഇനി നമ്മുടെ 2-3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, നോൺ സീറോ ആയിട്ടുള്ള. അതിൻ്റെ ഇടയിലൊരു സീറോ വന്നാൽ തീർച്ചയായിട്ടും ആ സീറോ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാം. ഇനി സീറോസ് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ വലത് ഭാഗത്താണ് വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആയിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ഡെസിമൽ പ്ലേസ് നിർബന്ധമാണ്. ഒരിക്കൽ കൂടി പറയാം, ഇടത് ഭാഗത്തുള്ള സീറോസ് ഒന്നും ഒരു കാരണവശാലും സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സായിട്ട് പരിഗണിക്കില്ല. 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലുള്ള സീറോസ് തീർച്ചയായും സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സായിട്ട് പരിഗണിക്കും. ഇനി സീറോസ് വലത് ഭാഗത്താണ് വരുന്നതെങ്കിൽ ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വിലയുണ്ടാകൂ. 1-2 എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 3.02 ഇവിടെ സീറോ വന്നിരിക്കുന്നത് 3ൻ്റെയും 2ൻ്റെയും, അതായത് 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയ്ക്കാണ്. അതുകൊണ്ട് ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം 3.02 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇനി 3.00 എന്ന് എഴുതിയാലോ? ഇവിടെ സീറോസ് വന്നത് വലത് ഭാഗത്താണ്. വലത് ഭാഗത്തുള്ള സീറോസ് പരിഗണിക്കുന്നത് ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതുകൊണ്ട് വലത് ഭാഗത്തുള്ള സീറോസ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ്. അതിനാൽ 3.00 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇനി 300 എന്ന് മാത്രം എഴുതിയാലോ? ഇവിടെ ഡെസിമൽ പ്ലേസ് ഇല്ല, അതുകൊണ്ട് വലത് ഭാഗത്തുള്ള സീറോസ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റായിട്ട് പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിൽ 300 ആകെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ ഉള്ളൂ. നമ്മുടെ വാല്യൂവിൽ ഒന്നിൽ കൂടുതൽ നമ്പറിന് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്പർ ഉപേക്ഷിക്കേണ്ടി വരും. ഉദാഹരണത്തിന് 3.746 എന്ന നമ്പറിൽ 4നും 6നും അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ 6 ഉപേക്ഷിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് 3.75 അങ്ങ് എഴുതും. അതായത് റൂൾ എന്താണെന്ന് വെച്ചാൽ ആ ഉപേക്ഷിക്കേണ്ട നമ്പർ 5ൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുന്നിലുള്ള നമ്പറിൽ ഒരു നമ്പർ 1 ആഡ് ചെയ്യും. ഇനി 5ൽ കുറവാണെങ്കിൽ ആ നമ്പർ വെറുതെ വിട്ടേക്കും. പക്ഷേ പ്രശ്നം വരിക എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് എക്സാക്ട്ലി 5 ആയാൽ എന്ത് ചെയ്യും? അതായത് ഉപേക്ഷിക്കേണ്ട നമ്പർ എക്സാക്ട്ലി 5 ആയാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മുടെ പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പോൾ 3.745 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപേക്ഷിക്കുന്ന നമ്പറിന് തൊട്ട് മുന്നേയുള്ള നമ്പർ ഈവൻ ആണോ നോക്കുക. ഈവൻ ആണെങ്കിൽ അത് അതേപടി വിട്ടേക്കുക, ഒന്നും ചെയ്യണ്ട, 3.74 തന്നെ. നേരെ മറിച്ച് ഓടാണെങ്കിലോ, ഇപ്പോൾ 4ൻ്റെ സ്ഥാനത്ത് വല്ല 7 ആയിരുന്നെങ്കിൽ 3.775 ആയിരുന്നെങ്കിൽ ഈ 7നെ നമ്മൾ 8 ആക്കും. അതായത് 3.78 എന്നങ്ങ് എഴുതും. പിന്നെ ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ വലിയ വലിയ ലെങ്തി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമേ റൗണ്ട് ഓഫ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം കാൽക്കുലേഷനൊക്കെ പൂർത്തിയാക്കുക. അതായത് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എക്സാക്ട്ലി പിടിക്കാതെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടി റീറ്റെയിൻ ചെയ്ത് കാൽക്കുലേഷനൊക്കെ നടത്തുക. കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം അത് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുക.
അങ്ങനെയാകുമ്പോൾ എറർ കുറയും.